ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് ഈ ഒരു വീട് ടൗണിനോടും അതുപോലെ തന്നെ കളമശ്ശേരിക്കും ഇടപ്പള്ളിക്കൊക്കെ എത്ര അടുത്താണെന്നുള്ളത് മനസ്സിലാകും. കളമശ്ശേരി അപ്പോളോ ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം. വെറും 2.9 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. HMT ജംഗ്ഷനിലേക്ക് 4.4ഉം ലുലു മാളിലേക്ക് 4.5 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 19 കിലോമീറ്ററും അമൃത ഹോസ്പിറ്റൽ ഇടപ്പള്ളിയിലേക്ക് 3.7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് കാക്കനാട് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 12 കിലോമീറ്റർ ആണ്. തൊട്ടടുത്തുള്ള ജംഗ്ഷൻ വരുന്നത് കുന്നുംപുറം ജംഗ്ഷനും മഞ്ഞുമ്മൽ ജംഗ്ഷനൊക്കെയാണ്. വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ രണ്ട് ജംഗ്ഷനുകളിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് റൂട്ടിനൊക്കെ അടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്തത്. മനോഹരമായ ഒരു വീടാണ്. ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. നമുക്കൊരു മെയിൻ ഒരു ഗേറ്റഡ് എൻട്രൻസ് ഉണ്ട്. അതിനകത്തേക്കാണ് ഈ ഒരു വീടുകൾ വരുന്നത്. 4-5 വീടുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒരെണ്ണത്തിൽ ഓൾറെഡി ആള് താമസമായതാണ്. പ്യുവർലി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഗേറ്റഡ് എൻട്രൻസ് നിങ്ങൾക്ക് കാണാം. ഗേറ്റഡ് എൻട്രൻസ് കടന്നകത്തേക്ക് വരുമ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് നോക്കിയാൽ ഒരു റോഡിന്റെ കുറച്ച് വർക്കുകളും കൂടെ മാത്രമാണ് പെൻഡിങ് ഉള്ളത്. എന്നാലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് റോഡ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ 2 വീടുകളുടെ വർക്കും കൂടെ കഴിയാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ റോഡ് കൂടെ നമുക്ക് നല്ല രീതിയിൽ ഇന്റർലോക്കിംഗ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് വീടുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ഓപ്ഷനാണ്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു ടെക്സ്റ്റൈൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കോഫി ബ്രൗൺ കളറാണ് വരുന്നത്. കുറച്ച് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്കൊക്കെ നോക്കിയാൽ കാണാം ഗേറ്റിന്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെ അവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഗേറ്റിന് ഭംഗിയായ ഒരു ഡിസൈൻ ആണ്. കംപ്ലീറ്റ്ലി ആ ഒരു നെറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ച കാര്യങ്ങളൊന്നും കയറാതിരിക്കാനായിട്ട് വളരെ സേഫ് ആയിട്ടാണ് ഗേറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഗേറ്റിന്റെ ആ ഒരു നെറ്റ് ഡിസൈൻ തന്നെ നമുക്ക് ഈ ഒരു മതിലിന്റെ ഇടയ്ക്ക് കൂടെ വരുന്നുണ്ട്. അതുകൂടാതെ സ്പോട്ട് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. മെയിൻ പില്ലറുകളിൽ വന്നിട്ടാണെങ്കിൽ 2 ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഒരു എലിവേഷൻ നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ഷേപ്പ് നമുക്ക് 2 സൈഡിലും വരുന്നുണ്ട്. ടെക്സ്റ്റൈൽ വർക്കുകളും PVC പാനലിങ്ങിന്റെ വർക്കുകളും അതുപോലെ ആ ബ്രിക്ക് മോഡലായിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ്. അതുപോലത്തെ ഒരു ടൈലൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. 2 സൈഡിലുള്ള പില്ലറുകൾ നോക്കിക്കോളൂ. ഈ സൈഡിലെ വലിയൊരു പില്ലർ 2 ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടികയുടെ ബ്രിക്കിന്റെ ഒക്കെ മോഡലുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. മുകളിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ടും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാം. ഫ്ലോർ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഡിസൈൻ ഉള്ള ഒരു സ്റ്റോൺ ആണ് ഇവിടെ എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വരുന്നത്. 1-2 കാറുകൾക്ക് നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വരും തോറും ഈ ഭാഗങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് ആ ബ്രിക്ക് മോഡലുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ കുറച്ച് അട്രാക്ഷൻ കൊടുക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ്. ഇവിടെയൊക്കെ നമുക്ക് ചെടികളൊക്കെ വെക്കാനായിട്ടുള്ള കുറച്ച് വർക്കുകളും കൂടെയൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ ഭംഗിയായിട്ട് വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വീടിന്റെ ബാക്ക് സൈഡാണ്. നിങ്ങൾക്ക് ചെടികളൊക്കെ നടാനായിട്ട് നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കിണർ കഴിഞ്ഞ് കണ്ടിന്യൂ പോകുന്ന ആ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെയും മെറ്റൽ ചിപ്പുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ വാട്ടർ സോഴ്സിനായിട്ട് കിണർ കൂടാതെ മറ്റൊരു ഓപ്ഷനായിട്ട് KW കണക്ഷൻ കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ തിരിച്ചിപ്പോൾ ഒന്നാമത്തെ കാർ പോർഷന്റെ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾ കണ്ടു നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്.
നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് പോകാം. നല്ല ഹൈറ്റിൽ തന്നെ 2 പടി കയറിയിട്ടാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പെയിന്റിന്റെ ഒക്കെ കളർ കോമ്പിനേഷൻ നിങ്ങൾ കണ്ടു. നല്ല ഭംഗിയായിട്ടുള്ള പെയിന്റുകളൊക്കെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നമുക്ക് ഇതുപോലെ 2 പാളിയിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സിറ്റ് ഔട്ട് നോക്കിയാൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. നീളത്തിലുള്ള സിറ്റ് ഔട്ട് ആണ്. 2-3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള അത്ര ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ ലിവിംഗ് റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയൊരു ലിവിംഗ് റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല നീളത്തിലും വീതിയിലും ഒക്കെ ആയിട്ടാണ് ലിവിംഗ് റൂം ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ വലിയ ടൈലുകളാണ്. നല്ല ലെങ്ത്തും വിട്ടും ഉള്ള വലിയ ടൈപ്പ് ടൈലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിനകത്ത് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു ബ്ലാക്ക് വരുന്ന ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ കടന്നു വരുമ്പോൾ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മൾട്ടിവുഡിൽ നല്ല ഭംഗിയായിട്ട് ലാമിനേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ TV വെക്കാനുള്ള മെയിൻ യൂണിറ്റ് വന്നിട്ട് വൈറ്റ് കളറിൽ നല്ല ഡിസൈനോട് കൂടിയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള പെയിന്റ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല കളർ കോമ്പിനേഷൻ ആണ്. PVC പാനലിങ്ങുകൾ നമുക്ക് 2 ഷെയ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഷെൽഫുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ഷെൽഫ് നമുക്ക് കാണാം. അതിനകത്തൊക്കെ നോക്കിയാലും നിറയെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള സ്പേസിന് താഴെയായിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ കബോർഡുകൾ തിരിച്ചിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വിൻഡോ നോക്കുവാണെങ്കിൽ നമ്മൾ കടന്നു വന്നത് ഇവിടെ നിന്നാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. റൂഫിൽ നോക്കിയാൽ നമ്മൾ അധികം ഒന്നും കാണാത്തൊരു ഡിസൈൻ ആണ്. നല്ല ഭംഗിയായിട്ടാണ് കുറച്ച് ബോർഡർ ലൈനുകൾ കൊടുത്തിട്ട് അതിനകത്ത് ഭംഗിയുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ LED സ്ട്രിപ്പുകൾ കംപ്ലീറ്റ് ആയിട്ടും LED ബൾബുകളും ഒക്കെ ഇട്ട് നമ്മൾ അധികം എങ്ങും കാണാത്ത ഭംഗിയുള്ള ഡിസൈനിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ലിവിംഗ് സ്പേസ് നമുക്ക് ഇന്നത്തെ കാലത്തുള്ള വീടുകളിൽ വളരെ കുറവാണ് കിട്ടുന്നത് തന്നെ. ലിവിംഗിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ്. അത് നോക്കിയാലും കാണാം കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ കടന്നു വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ഏരിയയും ഓപ്പൺ കിച്ചന്റെ എൻട്രൻസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണത് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത് സെറയുടെയാണ്. അതിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയുള്ള ഭാഗങ്ങളൊക്കെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ നമ്മൾ ലിവിംഗ് റൂമിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ ആവശ്യത്തിന് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് തന്നെയാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചണിന്റെ എൻട്രൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചൺ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ അതെ, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചണിന്റെ എൻട്രൻസ് കാണുന്നത്. ഹാഫ് ആയിട്ടാണ് അതിന് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റിന്റെ പീസ് ആണ്. ഇവിടെ നമുക്ക് ധാരാളം കബോർഡുകൾ കിട്ടുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. കിച്ചൺ ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ആ ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള ഒരു നിലനിർത്താൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പോർഷനിലായിട്ട് നമുക്ക് ഭംഗിയായിട്ടുള്ളത് CNC കട്ടിംഗ് ആണ് വരുന്നത്. ഡോർ തുറന്ന് നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് കിച്ചണിനകത്ത് കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ വൈറ്റ് കളറിൽ ടൈലിലും ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്ന ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലെ ഭാഗത്തും സൈഡിലും ഒക്കെ നോക്കിയാൽ ബ്ലൂ കളറും അതുകൂടാതെ ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ വൈറ്റും വുഡൻ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് കിച്ചൺ തന്നെ ചെയ്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് മെയിൻ ആയിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. തൊട്ട് താഴെ സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഓപ്പറേറ്റ് ആവുന്ന രീതിയിൽ വാസ്തുപരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ്സിനൊക്കെ വളരെ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്ന ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതെല്ലാം ഗ്ലാസ് ആണ്. അതുകൂടാതെ നമുക്ക് ഒരുപാട് ഇവിടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കൊടുത്തിട്ട് തന്നെയാണ് ഇതെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് നമുക്ക് പ്ലേറ്റ്സും കട്ട്ലറീസും വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും ഒക്കെ നല്ല സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. മുകളിൽ നോക്കിയാലും കാണാം 2 ലെയർ കംപ്ലീറ്റ് ആയിട്ടും താഴെ ഒരു ലെയറിലുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ ചെറിയ ഒരു പാനലിംഗ് ഡിസൈനുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കുബിക്കിളുകളായിട്ടുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള രണ്ടാമത്തെ വിൻഡോ വരുന്നത്. കിച്ചൺ കഴിഞ്ഞിട്ടില്ല, നമ്മൾ വീണ്ടും പോകാൻ പോകുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്.
സെക്കൻഡ് കിച്ചണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ സെയിം ടൈല് തന്നെയാണ്. രണ്ട് വിൻഡോസ് അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഒരു സിങ്ക് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെയും ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ തന്നെയാണ്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. റൂമിന്റെ വലുപ്പത്തെ എഫക്ട് ചെയ്യാതെ നമുക്ക് ഇവിടെയായിട്ട് ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാവുന്നതാണ്. മുകളിലും താഴെയും രണ്ട് ലെയറിലും ഇവിടെ വേറൊരു ലെയറിലും 3 ലെയറിലാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് കിച്ചണിലാണെങ്കിൽ പോലും വാർഡ്രോബുകളും കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. നമ്മൾ ഓൾറെഡി കണ്ട സ്പേസ് തന്നെയാണ്. ഡോർ തുറന്നിറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ ആയിട്ടാണ് കിണറൊക്കെ വരുന്നത്. ചെടികളൊക്കെ നടാനായിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടുന്നുണ്ട്. ലിവിംഗ് റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹാളും കിച്ചണും നമ്മൾ കണ്ടത്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കിനി ബെഡ്റൂമുകളൊക്കെ കാണാനുണ്ട്. ഇതൊരു 4 BHK ഹൗസ് ആണ്. 4 ബെഡ്റൂം ആണുള്ളത്. നമുക്ക് ഒരു ബെഡ്റൂം താഴെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ലിവിംഗ് റൂമിൽ നിന്നും ബെഡ്റൂമിന്റെ ഒക്കെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ എൻട്രൻസ് വളരെ വലുതായിട്ട് വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ്. മുകളിലൊക്കെ ചെറിയ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോഴുള്ള ഈ ഒരു വോളിലും ഭംഗിയായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഫേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഭംഗിയുള്ള ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂമുകളുടെ പെയിന്റിങ്ങിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഒരു പോർഷനിൽ മാത്രം പാനലിംഗ് വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ വർക്കുകളും ഒക്കെയാണ് വരുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പുറത്തേക്ക് അധികം പ്രൊജക്ഷൻ വരാതെ അകത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ വരുന്ന വാർഡ്രോബുകൾ നമുക്ക് കുറവാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരിക്കൽ നോക്കിയാൽ ഒന്നുകൂടെ നോക്കാൻ തോന്നുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗോൾഡൻ കളറിനകത്ത് നമുക്കൊരു ക്രോസ് ലൈൻസ് ഒക്കെ വരുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ടൈലാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയുടെയാണ്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും കാണാം നമുക്ക് LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നമുക്ക് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ GM-ലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ താഴെയുള്ളത് കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ നോക്കുമ്പോൾ 2 വിൻഡോസ് നമുക്ക് അവിടെ കാണാം. അതുകൂടാതെ കടന്നു പോകുന്ന വഴികളിലൊക്കെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ ഹാൻഡ് റെയിലുകളൊക്കെ വന്നിട്ടാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അകത്തെല്ലാം തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന് താഴെയുള്ള ഭാഗവും നമ്മുടെ വാർഡ്രോബുകളുടെ സെയിം ഡിസൈനിൽ തന്നെയാണ്. എല്ലാം തന്നെ നിറയെ കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ താഴെയുള്ള ഭാഗം എങ്കിൽ കൂടി വീണ്ടും നമുക്ക് ഒരുപാട് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വോള് നോക്കിയാൽ ഭംഗിയായിട്ടാണ് പെയിന്റിങ് ചെയ്തിരിക്കുന്നത്. അതിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ഒരു സ്നേക്ക് മോഡലുള്ള ഒരു ഷോ ലൈറ്റ് കൂടെ അവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വിൻഡോ കൂടി 2 കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് വരുമ്പോഴും നല്ല ഭംഗിയായിട്ടുള്ള സിമ്പിൾ ഡിസൈൻ ആണ്. അതുകൂടാതെ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റിയും അതിനടുത്തായിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ജസ്റ്റ് ഹാൻഡ് റെയിൽസ് ആണ്. അതുപോലെ തന്നെ സ്റ്റെപ്പുകളെല്ലാം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്തേക്കുള്ള ആ ഒരു എൻട്രൻസ് കണ്ടു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. നല്ല നീളവും വീതിയും ഒക്കെയുള്ള വലിയൊരു ഹാളാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനുകളിലാണ് TV വെക്കാനായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ റൂഫ് നോക്കിയാലും കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും ഡിസൈനുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ എൻഡിലായിട്ട് നമുക്ക് അവിടെ ആയിട്ട് തന്നെ ഒരു വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. 4 വിൻഡോ ആയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കടന്നു വന്ന് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് ബാക്കിയുള്ള 3 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനിയിപ്പോ കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂം പോലെ തന്നെ നല്ല വലുപ്പത്തിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. 14-10 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ കാണുന്ന വോൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ പെയിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് അവിടെയും ബാക്കിയുള്ള 2 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
റൂഫിന്റെ ഒരു പോർഷനിൽ മാത്രമാണ് വർക്ക്, പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇറങ്ങി വരുന്ന രീതിയിൽ ചെയ്തിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിലെ വാർഡ്രോബ് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ പുറത്തേക്ക് പ്രൊജക്ഷൻ വരാതെ അകത്തേക്ക് തള്ളിയിട്ട് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ റൂമിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കിയാലും കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു PVC പാനലിങ്ങിന്റെ അതേ മോഡൽ തന്നെയാണ് ഇവിടുത്തെ വാർഡ്രോബിനും വരുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. അകത്തൊക്കെ നോക്കുവാണെങ്കിൽ ടൈലുകൾ വന്നിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ നല്ല ഡിസൈനോട് കൂടിയിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂമിലുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു. വീണ്ടും നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരികയാണ്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. 3ഉം 4ഉം ബെഡ്റൂമുകൾ ഇതുപോലെ ഒരു ഗ്യാപ്പിൽ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 ഫീറ്റ് ലെങ്ത്തും 9.5 ഫീറ്റ് വിഡ്ത്തുമാണ് വരുന്നത്. ഇവിടെ 2 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു പോർഷനിൽ മാത്രം ഒരു എൽ ഷേപ്പിൽ ഒരു പാനലിംഗ് വർക്ക് ചെയ്തിട്ട് അവിടെ വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിന്റെ വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഭംഗിയായിട്ട് ആ ഒരു വുഡൻ കളർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ ആയിട്ട് നിറയെ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ടൈലുകളാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലുകളാണ് കളർ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞു. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 9.5 ലെങ്ത്തും 9 ഫീറ്റ് വിഡ്ത്തുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 സിംഗിൾ വിൻഡോസ് ആണ് ഓരോ വോളിലുമായിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒരുപാടൊന്നും കൊടുക്കാതെ ആവശ്യത്തിന് മാത്രമാണ് എല്ലാ റൂമുകളിലും പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാ ബാത്റൂമുകളും നല്ല ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്രൗൺ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയുള്ള ടൈലുകളാണ് എല്ലാ ബാത്റൂമുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിറയെ LED സ്ട്രിപ്പുകളും അതുപോലെ പ്രൊജക്ഷൻ വരുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് നിറയെ സ്പോട്ട് ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഭംഗിയായിട്ടുള്ള ആ ഒരു CNC കട്ടിങ്ങിന്റെ ഡിസൈൻ കാണാം. താഴെ നിൽക്കുമ്പോൾ നമ്മൾ എലിവേഷൻ ഏറ്റവും കൂടുതൽ മാറ്റം കൂട്ടുന്നത് ഈ ഒരു ഡിസൈൻ ഒക്കെ തന്നെയാണ്. വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് ബാൽക്കണിയിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയ ലൊക്കേഷനിലാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയില് കളമശ്ശേരി ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കളമശ്ശേരി അപ്പോളോ ജംഗ്ഷനിലേക്ക് 2.9 കിലോമീറ്ററും HMT ജംഗ്ഷനിലേക്ക് 4.4 കിലോമീറ്ററും ലുലു മാളിലേക്ക് 4.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് അമൃത ഹോസ്പിറ്റലിലേക്ക് വെറും 3.7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കാക്കനാടിലേക്കും ഈസിയാണ്. ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് കുന്നുംപുരം ജംഗ്ഷനിലേക്കും മഞ്ഞുമ്മൽ ജംഗ്ഷനിലേക്കൊക്കെ വെറും 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്താണ് ഇന്ന് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നമുക്ക് 2 കാർ പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. കിണർ വെള്ളമുണ്ട്. അത് കൂടാതെ ഓപ്ഷൻ ആയിട്ട് KWയുടെ വാട്ടർ കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. 4 സെന്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വീട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കോമൺ ആയിട്ടൊരു ഗേറ്റ് ഉണ്ട്. ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ അകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഓണർ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,15,00,000 രൂപയാണ്. 1.15 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഒരു സ്ഥലത്തിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം. കളമശ്ശേരിയിലൊക്കെ ഇതുപോലുള്ള വീട് കിട്ടണമെങ്കിൽ ഇത്രയും എമൗണ്ട് നമ്മൾ എന്തായാലും മുടക്കിയേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഓണറുമായിട്ടൊക്കെ സംസാരിച്ച് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിലൊക്കെ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും വർക്ക്ഔട്ട് ചെയ്ത് നല്ലൊരു എമൗണ്ടിൽ വീട് വാങ്ങി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിലും മാർബിൾ ഹോംസ് തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും.
നിങ്ങളൊരു ബിൽഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീടുകൾ ഇതുപോലെ പണിതിട്ട് സെയിലിനായിട്ട് റെഡിയായി കിടക്കുന്നുണ്ടെങ്കിൽ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ ഇതുപോലെ ഫ്രീ ഓഫ് കോസ്റ്റിൽ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. എറണാകുളം ജില്ലയിൽ എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും വന്ന് വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും. സെയിൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.